CPM-കാരിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. ഈ ഒരു 5 വർഷം, നമുക്ക് 10 എന്നുള്ളത് വിടാം. ഈ 5 വർഷത്തിലിടയ്ക്ക് ഇവർ എത്ര വീടുകൾ സന്ദർശിച്ചിട്ടുണ്ടാവും? അല്ല, ഇപ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവരെല്ലാവരും കൂടെ വീടുകൾ തോറും സന്ദർശിച്ച് എന്താണ് ദേശാഭിമാനി വിതരണം ചെയ്യുകയാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സർക്കാരിന്റെ പരാജയം എന്ന് അവർ പറഞ്ഞത്, എന്റെ അഭിപ്രായമാണ്, സർക്കാരിന് വീഴ്ച സംഭവിച്ചത് അല്ലെങ്കിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇതെല്ലാം വീടുകളിലെത്തി വീട്ടിലെ അംഗങ്ങളോട് പറയുക, അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടുമല്ലോ, സ്വാഭാവികമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിൽക്കുന്നതും ആ വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ CPM-ന്റെ നിലപാട് ഇതൊക്കെ പറയാനായിരിക്കണം അവർ വീട്ടിലേക്ക് പോകുന്നത്. നമുക്കറിയാം നിലപാടെന്ന് പറയില്ലേ, ന്യായീകരണത്തിനായി പോകുന്നതെന്നാണ് പറഞ്ഞാൽ മതി. അപ്പൊ ഇനി മറ്റൊരു ചോദ്യമുണ്ട്. അങ്ങനെ വീടുകൾ തോറും കയറുമ്പോ എന്താണ് പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നൊരു ചോദ്യം വരുമല്ലോ. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചോദ്യങ്ങൾ പല വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട് ഈ CPM-കാരോട്. ഇതിപ്പോ എന്താണ്, അത് വോട്ട് ചോദിച്ചു പോകുന്നതാണ്. ഇത് വീട്ടിലുള്ളവരെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ അവർ വോട്ട് ചോദിക്കാനാണ് പോകുന്നതെന്ന് പറയുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് പറ്റിയ തെറ്റുകൾ പറയുക. നമുക്കറിയാം, നവോത്ഥാനം എന്ന് പറഞ്ഞ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതുപോലെ ഇവർ വീടുകൾ കയറിയിരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കമാണ് അന്ന് വീടുകൾ കയറിയത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ വീടിന്റെ കയറ്റത്തിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു 20-ൽ 1 സീറ്റിൽ മാത്രമാണ് LDF വിജയിച്ചത്. അതേ ട്രെൻഡ് അല്ലെങ്കിൽ അതേ രീതി അവർ വീണ്ടും ഫോളോ ചെയ്യുന്നു. അന്ന് പരാജയപ്പെട്ട ഒരു രീതിയായിരുന്നു അത്. ആ പരാജയപ്പെട്ട രീതി തന്നെ വീണ്ടും അവർ ആവർത്തിക്കുന്ന എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പക്ഷെ ലോക്സഭയും നിയമസഭയും തമ്മിൽ ആ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അപ്പോൾ പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF അനുകൂല തരംഗമായിരിക്കും എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഇത് രണ്ടും മാറി മാറി വരാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മറ്റ് മാർഗമില്ലായിരുന്നു. മാത്രമല്ല UDF-ന് അതിന് തൊട്ടു മുന്നിലത്തെ LDF-ന്റെ ഒന്നാം സർക്കാർ അവർക്കെതിരെയുള്ള ഭരണപരാജയങ്ങളെ കുറിച്ചും അഴിമതികളെ കുറിച്ചും PPE കിറ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളെ കുറിച്ചും ഒന്നും ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതായത് കോവിഡും ലോക്ക്ഡൌണും എല്ലാം കാരണം പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണൊന്നും വീട്ടിൽ എന്തായിരുന്നു ആ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ. കോവിഡ് വരുത്തിയ നാശം എന്ന് പറയുന്നത് ചില്ലറയല്ല. പല വീടുകളെയും അനാഥമാക്കുകയും പല ആൾക്കാരുടെയും സാമ്പത്തിക അവസ്ഥ തന്നെ താറുമാറാക്കുകയും ചെയ്ത ഒരു മഹാമാരി തന്നെയായിരുന്നു കോവിഡ്. എന്നാൽ അതൊന്നുമല്ലാത്ത കുറെ വിഭാഗം ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അവരപ്പോ എന്താണ്, നമുക്ക് പുറത്തിറങ്ങി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മൾ എങ്ങനെ കഴിയും എന്നുള്ള ഇടത്ത് നിന്ന് ജോലിക്ക് പോവാതെ കിറ്റ് കിട്ടുമ്പോൾ, പിന്നെ ഫുഡ് കിട്ടുമ്പോൾ, ഇതെല്ലാം വീട്ടിൽ കിട്ടുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങണ്ട, വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ജീവിതം സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നു കുറേ വിഭാഗം ആൾക്കാർ. വലിയ വലിയ ബിസിനസ് നടത്തിയവർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത്. പക്ഷെ അല്ലാത്ത ആൾക്കാർക്കെല്ലാം അത് വളരെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. കാരണം സർക്കാർ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം കൊണ്ടുവരും. തട്ടിമുട്ടിയും പോകുന്നുണ്ടായിരുന്നു. തട്ടിമുട്ടിയെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ അതൊരു പക്ഷേ ഇപ്പൊ ഈ പിണറായി വിജയന്റെ സർക്കാർ അല്ലാതെ ഇനി UDF-ന്റെ സർക്കാർ ആയിരുന്നെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ നടക്കുമായിരുന്നത് എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നാട്ടിലൊരു മഹാമാരി വരുമ്പോൾ ഏത് സർക്കാരാണെങ്കിലും അതിന് ജനങ്ങളെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്ത് അത് നടപ്പിലാക്കുകയും ചെയ്യും. ആരോഗ്യ വകുപ്പിന്റെ ശുഷ്കാന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാലത്ത് ആരോഗ്യ വകുപ്പ് അത്രയും എഫിഷ്യന്റ് ആയിട്ട് നിന്നു എന്ന് പറയുന്നു. അവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെങ്കിലും ശരി, ജനങ്ങൾ അങ്ങനെ നട്ടം തിരിയുമ്പോൾ അവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ എനിക്ക് തൊണ്ടവേദന വന്നിട്ട് ഒരു 2 ആഴ്ചയോളമായി, മാറിയിട്ടില്ല ഇതുവരെ. ആന്റിബയോട്ടിക് എടുത്തു എന്നിട്ട് മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ പൊതുവെ എന്ത് വിചാരിക്കും, എനിക്ക് മാത്രമാണ് ഈ പ്രശ്നമെന്ന്. പക്ഷെ അത് നമ്മൾ പുറത്ത് പറയുമ്പോഴാണ് അറിയുന്നത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപകമായി ഇത്തരമൊരു അസുഖം പടർന്നു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആരോഗ്യ വകുപ്പ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ത്രോട്ട് ഇൻഫെക്ഷനും ചെസ്റ്റ് ഇൻഫെക്ഷനും ചുമ, പനി, ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അസുഖം ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പൊതുവെ സർക്കാർ ആശുപത്രികളിൽ തന്നെയാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് OP 1 മണി വരെ ഉള്ളൂ. സാധാരണ 4 മണി വരെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആശുപത്രികളിൽ നിലനിൽക്കുന്നത്. അതായത് ഇപ്പൊ മെഡിക്കൽ കോളേജിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ ചെറിയ ആശുപത്രികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന് ഒരു ബോധ്യം ഇപ്പോഴില്ല. കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീവ്രത അളക്കുന്ന തിരക്കിലാണ് അവർ. ഇനി ഏതൊക്കെ കോണുകളിൽ, ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ പെൺകുട്ടികൾ ഇനി ഉണ്ട്, യുവതികൾ ഉണ്ട്, അവരെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് രാഹുലിനെതിരെ തെളിവ് കൊടുക്കണം. അത് രാഹുലിനോടുള്ള വൈരാഗ്യം ഒരു വശത്ത്,
അതിനെ കോൺഗ്രസിനെതിരെ ആയുധമാക്കാമെന്നുള്ള ഒരു ബോധ്യം മറുവശത്ത്. പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഏത് വിധേനയും കേരളത്തിന്റെ ശ്രദ്ധ മാറ്റിവിടാൻ ഈ വിഷയം കൊണ്ട് കഴിഞ്ഞാൽ അതങ്ങനെ. പണ്ട് സോളാർ വിഷയം ഉയർത്തിക്കാട്ടി ഉമ്മൻചാണ്ടി ഇവർ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ വിജയിക്കുകയും ചെയ്തു. അതേ ട്രെൻഡ് ഒന്നുകൂടി പിടിക്കാം. ഇപ്പൊ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മറുവശം. അത് എന്താണ്, ഇരയ്ക്കൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്നതോ അല്ല, രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന് കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഇവർ വിചാരിക്കുന്ന പണ്ടത്തെ ആ ഒരു കാലം വെച്ചിട്ടാണ് ഇവർ വീടുകളിലേക്ക് ഇവർ അപ്ഡേറ്റ് ആവില്ല. കുറെ കാലം കഴിഞ്ഞാലേ ഇവർ അതിലേക്ക് വരുള്ളൂ, ആ ബോധ്യം വരികയുള്ളൂ. അല്ല ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, വീട് വീടാന്തരം ഇവർ കയറുന്നു, സമ്മതിക്കുന്നു, ഇവർക്ക് പറ്റിയ ഭരണ പരാജയങ്ങളെ പറ്റി പറയുന്നു, അതും സമ്മതിക്കുന്നു. ഈ പറയുന്ന പോലെ പത്മകുമാറിനെ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവർ എന്ത് മറുപടി പറയും? കണ്ടുപിടിക്കട്ടെ, അത് അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. അയാൾ കുറ്റവാളിയാണെന്ന് തെളിയട്ടെ എന്ന് അല്ല. ഇനിയിപ്പോ MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണെന്ന് ഈ മലയാളികൾ മുഴുവൻ കേട്ടതല്ലേ, അത്രേ ഉള്ളൂ. അവിടെയാണ് UDFന്റെ ഒരു വിജയം ഇപ്പോഴേ ഉറപ്പിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യം. രാഹുൽ വിഷയം വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് ആ ഒരു നടപടി എടുത്തത്. അതിന് കോൺഗ്രസിനെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. അപ്പൊ ഇത് ഇപ്പൊ രാഹുലിനോടൊരു സഹതാപ തരംഗം, രാഹുൽ പൊതുവെ ഒരു സ്ത്രീകൾ, അമ്മമാർ, ആ ഒരു വിഭാഗം, ഷാഫിയോടും അതേ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതേപോലെ തന്നെ രാഹുലിനോടും അവർക്കൊരു സിമ്പതി ഉണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ രാഹുലിന് അനുകൂലമായി സംസാരിക്കുന്ന സ്ത്രീകൾ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീയുടെ പേര്, സോളാർ വിഷയത്തിൽ ഒരു സ്ത്രീയെ വെച്ച് ആണ് പറഞ്ഞതും അധിക്ഷേപിച്ചതും എല്ലാം. അവസാനം കോടതി വിധി വന്നപ്പോൾ ആ മനുഷ്യൻ നീതിമാനായിരുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വേദിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, എന്താണ് ഇവര് പുകമടലം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ്, എന്നെ ജനങ്ങൾക്കറിയാം, പുതുപ്പള്ളിക്കാർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടി ഒരുപാട് സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കൽ പിതൃതുല്യനാണ് എന്നായിരുന്നു സരിത S. നായർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതേ സരിതനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച്, അതായത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ ആ സരിത ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യവും കേരളം അന്വേഷിക്കണം. അവർ ആരോഗ്യപരമായി വളരെ വീക്കാണ്. ഒരു തരത്തിലും അവരുടെ എങ്ങനെയാണ് അവരുടെ ആരോഗ്യം അങ്ങനെ ആയത്, ഇതെല്ലാം കേരളം ചർച്ച ചെയ്യാനുള്ള, സരിതയ്ക്കും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവർ വായു തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വീട് വീടാന്തരം സന്ദർശിച്ച് ഇവർ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് തകരാൻ സരിത ഒന്ന് ആത്മാർത്ഥമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായി അവർ പറഞ്ഞാൽ ഇവിടെ തീരും LDFന്റെ CPMന്റെ ഈ പുകമറ സൃഷ്ടിച്ചുള്ള ഈ പ്രചരണങ്ങളെല്ലാം തന്നെ. അല്ല, അന്ന് ഉമ്മൻചാണ്ടി വീഴ്ത്തിയത് ഒരു സരിതയിലൂടെ ആകുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗം ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായി വലിയ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാരെ ആളുകൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലൊരു കേസിലല്ലേ കുടുക്കിയത്, അതുപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാണ് രാഹുലിന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടാനുള്ളത്. അത് മാത്രമല്ല, ഇവരുടെ സ്ഥിരം പല്ലവി അത് തന്നെയാണ്. മറ്റേ സന്ദേശ സിനിമയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ആൾക്കാർ വരുമ്പോൾ അവരെ പെണ്ണ് കേസിൽ കുടുക്കി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു രീതി കാരണം ഇവരെ ആരും വിശ്വസിക്കില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം.